നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. നമ്മുടെ വീടിന്റെ ചുമരുകളൊക്കെ കൂടുതലും അലങ്കരിക്കാനായിട്ട് നമുക്കൊരു ക്രാഫ്റ്റ് പരിചയപ്പെട്ടാലോ? വളരെ ഈസി ആയിട്ട് ന്യൂസ് പേപ്പറും പേപ്പർ ഗ്ലാസും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ക്രാഫ്റ്റ് ചെയ്യുക എന്നറിയാനായിട്ട് വീഡിയോ കാണാം. ഈ ക്രാഫ്റ്റ് തയ്യാറാക്കാൻ നമുക്ക് ന്യൂസ് പേപ്പർ, ഗിൽറ്റുള്ള ഫോം ഷീറ്റ്, കളർ പേപ്പർ, കത്രിക, പശ, മുത്തുകൾ, പെയിന്റ്, ഒരു പേപ്പർ ഗ്ലാസ് എന്നിവയാണ് ആവശ്യമുള്ളത്. ഇതിന് തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു ന്യൂസ് പേപ്പർ 4ആയിട്ട് മുറിച്ചതിന് ശേഷം അതിൽ ഒരു ഭാഗം ഇതുപോലെ ഒരു കോണിൽ നിന്ന് അടുത്ത കോണിലേക്ക് മടക്കിയെടുക്കുക. ഇതുപോലെ ഒരു റോളാക്കി എടുക്കണം. അതിനുശേഷം മറ്റത്ത് ഇതുപോലെ പശ വെച്ച് തേച്ച് കൊടുക്കാം. ഇത് നന്നായി ഒട്ടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു 12 എണ്ണം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും പെയിന്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു ബ്രൗൺ കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഓരോ റോളുകളും നമുക്ക് ഈ ഒരു പെയിന്റ് വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കണം. ഇവിടെ 12 റോളിലും കളർ ചെയ്തതിന് ശേഷം നമ്മളത് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതുപോലെ 6 എണ്ണം നിരത്തി വെക്കുക. അതിന് മുകളിലായിട്ട് അടുത്ത 6 എണ്ണം ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്കൊരു ചതുരാകൃതി കിട്ടും. ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ പശ വെച്ച് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അറ്റത്തെ ഭാഗം കട്ട് ചെയ്ത് ഒരുപോലെ ആക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയം ഇതുപോലൊരു കളർ പേപ്പർ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ എടുക്കാവുന്നതാണ്. ഇത് നീളത്തിൽ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം ഇത് വീണ്ടും ഒരു ചതുരാകൃതിയിൽ മുറിച്ചെടുക്കുക. നമുക്കൊരു പൂവ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഈ മുറിച്ച ചതുരാകൃതിയിലുള്ള പേപ്പർ 2ആയിട്ട് മടക്കണം. ഇനി അത് ഒന്നുകൂടെ മടക്കാം. ഇപ്പോൾ ഒരു ചെറിയ ചതുരം കിട്ടും. ഇനി നമുക്ക് ഇതൊരു പൂവിൻ്റെ ഇതള് പോലെ മുറിച്ചെടുക്കണം. അതിനായിട്ട് ഈ ഒരു കോണിൽ നിന്ന് മുകളിലേക്കാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിൽ ഒരു ചിത്രം വരച്ചതിന് ശേഷം മുറിച്ചെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അളവ് വെച്ച് ഇതുപോലെ മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം തുറന്നു നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നുണ്ടാവുക. ഇതുപോലെ തന്നെ കുറച്ചധികം നമുക്ക് തയ്യാറാക്കണം. ഒരു പൂവിന് 4 എണ്ണമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതൊന്ന് വളച്ചെടുക്കണം. 4 എണ്ണവും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും വലുത് ഏറ്റവും അടിയിലായിട്ട് വരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. ഏറ്റവും വലുതിൻ്റെ മുകളിലായിട്ട് പശ ഒട്ടിച്ചതിന് ശേഷം അതിലും ചെറുത് അതിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് വലിയ ഒരു പൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് പശ തേച്ചതിന് ശേഷം ഒരു മുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ വെള്ള മുത്താണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. പൂവ് കൂടുതൽ മനോഹരമാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ കുറച്ചധികം പൂക്കൾ നമുക്ക് വേണം. ഇവിടെ ഒരു 4 എണ്ണം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഫോം ഷീറ്റാണ്. ഒരു ഗിൽറ്റുള്ള ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇലയുടെ ആകൃതിയിൽ വെട്ടിയെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വരച്ചതിന് ശേഷം വെട്ടിയെടുക്കാം. ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഇതുപോലെ ചെറുതായിട്ട് അകത്തേക്കൊന്ന് വെട്ടിക്കൊടുക്കുക. 2 സൈഡിലും ഇതുപോലെ ഒന്ന് അകത്തേക്ക് മുറിക്കണം. അതിനുശേഷം ഇതുപോലെ അതിൻ്റെ അറ്റത്തുള്ള ഭാഗം കുറച്ചൊന്ന് മുറിച്ച് കളയുക. നമുക്ക് ശരിയായ ഒരു ഇലയുടെ ആകൃതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ മുറിച്ചിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഒരു ഇലയുടെ പോലെ തോന്നിക്കുന്നുണ്ട്. ഇനി നമുക്കിതുപോലെ മടക്കിയതിന് ശേഷം ഇതെടുക്കാം. ഇതുപോലെ കുറച്ചധികം ഇലകൾ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി ഉണങ്ങാൻ വെച്ചിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് എടുക്കുക. അതിന് മുകളിൽ ഒരു പേപ്പർ ഗ്ലാസ് പകുതിയായി മുറിച്ചതിന് ശേഷം ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഈ പേപ്പർ ഗ്ലാസിന് മുകളിലായിട്ട് ഇതുപോലെ കറുത്ത കളറിലുള്ള പേപ്പർ ചുറ്റി കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ ഒരു റിബണും വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇത് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉള്ളിൽ ഇങ്ങനെ പശ തേച്ചതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഒട്ടിച്ചു വെക്കാം. ഇതുപോലെ ഒരു കോണിലായിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിൽ ഇതുപോലെ ഇലകൾ വെച്ച് ഒട്ടിക്കാം. അതിനുശേഷം ഇതിൽ പൂക്കൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ 2 പൂവിങ്ങനെ അകത്തും ബാക്കിയുള്ള 2 പൂവിങ്ങനെ ഗ്ലാസിൻ്റെ പുറത്തും ഒട്ടിച്ച് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ ചുമരുകളിലൊക്കെ തൂക്കിയിടാൻ വളരെ ഭംഗിയുള്ളതാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീടിൻ്റെ ചുമരിലും ഇതൊക്കെ തയ്യാറാക്കി തൂക്കിയിടാവുന്നതാണ്. അപ്പോൾ പഴയ ന്യൂസ് പേപ്പറും കളർ പേപ്പറും പേപ്പർ ഗ്ലാസും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കും തയ്യാറാക്കി എടുക്കാം. വളരെ ഈസിയാണ്. അപ്പോൾ നമ്മുടെ വീട് അലങ്കരിക്കാനൊക്കെ ആയിട്ട് ഇനി പുറത്തു നിന്ന് ഇങ്ങനത്തെ ഒന്നും വാങ്ങി ഉപയോഗിക്കേണ്ട, വീട്ടിൽ തന്നെ തയ്യാറാക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.